ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് നല്ലൊരു ചിപ്പുമായിട്ടാണ് വന്നത്. പലരും തേടുന്നൊരു ചിപ്പാണ്. പലരും ചോദിച്ചിട്ടുണ്ട് എളുപ്പത്തിൽ എങ്ങനെ മുടി നീളാന്ന്. പലരും പല മരുന്നിൻ്റെയും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിതിനൊരു സൊല്യൂഷനായിട്ട് ചെറിയൊരു ഈസി സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. പലരും വീഡിയോ ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഞാനും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് യൂസ് ചെയ്യുന്നതാണ്, യൂസല്ല ഞാനത് ചെയ്യുന്നതാണ്. ഒരു പൈസ കൊടുത്തിട്ടുള്ള ഒരു മോഡൽ മുടക്കുമോ മെഡിസിൻ്റെ ഒന്നും ഉപയോഗിക്കുകയോ ഒന്നുമില്ല. വെറും നമ്മുടെ 10 ഫിംഗേഴ്സ് ഉപയോഗിച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്നേ. നമ്മുടെ ഇവിടെ ഇങ്ങനെ സ്കാൽപ്പിൽ ഇങ്ങനെ നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്തെടുത്താൽ മതി. കഴിയുന്നത്ര മസാജ് ചെയ്യാം. ദിവസം 3 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഗുഡ് റിസൾട്ട്, മികച്ച റിസൾട്ട് കിട്ടും. അപ്പം 1 മന്ത് ഒക്കെ വേഗം തന്നെ റിസൾട്ട് കിട്ടും. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം, പക്ഷേ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് മുടിയുടെ തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ വെച്ച് മുടി നീളം തോറും ഞാൻ ലെയർ അടിക്കുക ചെയ്യാറ്. എനിക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടം. എന്നിട്ടും ഞാൻ ഇവിടെ വെച്ച് ഷോൾഡറിൽ ഇവിടെ വെച്ച് ലെയർ കട്ട് അടിച്ചിട്ടും ഇത്ര ലെങ്ത് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നന്നായിട്ട് കഴിയുന്നത്ര മസാജ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര റഫായിട്ടും ചെയ്യേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ സ്കാൽപ്പിൽ വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കോമ്പ് യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. അത് കോമ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ വരെ ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇതിനെക്കാട്ടും ഇത് കുറച്ച് റഫായിട്ടാണ് എനിക്ക് ഉണ്ടാവുന്നത്. പക്ഷേ ഞാൻ വിരൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഫിംഗേഴ്സ് തന്നെ. നല്ല സ്മൂത്തും സോഫ്റ്റ്നെസ്സും കിട്ടണമെങ്കിൽ ഇത് വിരൽ തന്നെ മതി. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത ടിപ്പുമായിട്ട് വേഗം വരിക. അപ്പോൾ ബൈ.